ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടതോടെ ഡോക്ടർ രോഗികളെ പരിശോധിച്ചത് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ. ആരോഗ്യമേഖലയിലെ കെടുകാര്യസ്ഥതകൾ കൂടുതൽ ചർച്ചയാകുമ്പോഴാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ OPയിലായിരുന്നു സംഭവം. 100ഓളം രോഗികൾ ചികിത്സയ്ക്കായി നിൽക്കുമ്പോഴാണ് ആശുപത്രിയിൽ വൈദ്യുതി തടസ്സം നേരിട്ടത്. ഏറെ നേരം വൈദ്യുതി തടസ്സം നേരിട്ടതോടെ രാവിലെ 10:30 മുതൽ 11:40 വരെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ വെളിച്ചത്തിലാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മരുന്ന് കുറിച്ചത്. OP ടിക്കറ്റ് വിതരണം പോലും ഇതുമൂലം തടസ്സപ്പെട്ടു. സാധാരണക്കാരായ നിരവധി രോഗികളെത്തുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം നേരിടുന്നത് പതിവ് സംഭവമാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം രോഗികളെ പരിശോധിക്കുന്നതിന് ടോർച്ചുകളോ മൊബൈൽ വെളിച്ചമോ ആണ് ഏക ആശ്രയം. മുൻപ് KSEB 30 ലക്ഷം രൂപയോളം മുടക്കി ഇവിടെ ജനറേറ്റർ സ്ഥാപിച്ചിരുന്നു. ഇത് ആദ്യം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും നിസ്സാര തകരാറുകൾ സംഭവിച്ചതിനാൽ പിന്നീട് പ്രവർത്തിക്കാതെയാവുകയായിരുന്നു. ഇതിന് ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ വൈദ്യുതി തടസ്സം നേരിട്ടാൽ രോഗികളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഏക ആശ്രയം. അമൃത ന്യൂസ്, ആലപ്പുഴ.